നമസ്കാരം. നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാവുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിർമ്മല സീതാരാമന്റെ പരാമർശം. മൂന്നാം ടേമിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷം UPA സർക്കാർ പാഴാക്കി. കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ നേരിട്ടുവെങ്കിലും വീണ്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉയർച്ചയുടെ പാതയിലാണ്. സമ്പദ് വ്യവസ്ഥയിലെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി വലിയ ക്യാമ്പയിനുകളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയതെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഒന്നാം നരേന്ദ്രമോദി സർക്കാർ സമ്പദ് വ്യവസ്ഥയെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ചു. രണ്ടാം മോദി സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാക്കി ഇന്ത്യയെ മാറ്റുകയും ചെയ്തുവെന്ന് ധനമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ തുടർച്ചയായി 6 പൊതു ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ റെക്കോർഡ് നേട്ടവുമായാണ് നിർണായക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റ് അവതരണത്തിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 പാർലമെന്റിലേക്ക് എത്തിച്ചേർന്നത്. 58 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗവും ശ്രദ്ധേയമായി. ബജറ്റ് അവതരണത്തിനായി 5246 വാക്കുകൾ മാത്രം. 2024 തെരഞ്ഞെടുപ്പിലും മോദി സർക്കാർ ഭരണം നിലനിർത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന ബജറ്റ് അവതരണമായിരുന്നു. എന്തായാലും മോദി സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും സ്ഫുരിക്കുന്ന ബജറ്റ് അവതരണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. മോദി സർക്കാരിന് കീഴിൽ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ രാജ്യം കരസ്ഥമാക്കിയ നേട്ടങ്ങളാണോ ഇതിന് പിന്നിൽ? മോദി സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ നേട്ടങ്ങളെന്ന് ഇടക്കാല ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സൂചിപ്പിച്ച 10 കാര്യങ്ങൾ പറയാം. രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി വരുമാനത്തിൽ 50% വർധന. കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി ആളുകൾക്ക് ദാരിദ്ര്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. ഒരു രാജ്യം ഒരു വിപണി ഒരു നികുതി എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് ചരക്ക് സേവന നികുതി GST വിജയകരമായി നടപ്പാക്കി. അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനം റെക്കോർഡ് സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നു. PM ജൻധൻ പദ്ധതിയിലൂടെ 34 ലക്ഷം കോടി രൂപ അർഹരുടെ കൈകളിലേക്ക് നേരിട്ട് എത്തിച്ചതിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിച്ചു. രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണ്. റിസർവ് ബാങ്കിന്റെ സഹന പരിധിക്കുള്ളിലാണ് പണപ്പെരുപ്പ നിരക്ക് നിലക്കുന്നത്. രാജ്യത്തെ 78 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് PM സ്വനിധി പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കി. 4 കോടി കർഷകർക്ക് PM ഫസൽ ബീമ യോജന മുഖേനയുള്ള കാർഷിക വിള ഇൻഷുറൻസ് ലഭ്യമാക്കി. PM കിസാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 11.8 കോടി പേർക്ക് നേരിട്ടുള്ള ധനസഹായം. മുദ്രാ യോജന വായ്പാ പദ്ധതിയിലൂടെ രാജ്യത്തെ 30 കോടി വനിതാ സംരംഭകർക്ക് ധനസഹായം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേർന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ 28% വർധന തുടങ്ങിയ കാര്യങ്ങളാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. മോദി സർക്കാർ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ തന്നെ എല്ലാ മേഖലകളിലും രാജ്യത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദി 3ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്നും അമിത്ഷാ പറഞ്ഞു. മോദിയുടെ 3ാം വരവോടുകൂടി ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ 10ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേൽക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ലോകത്ത് 11ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇന്ന് നാം 5ാം സ്ഥാനത്താണ്. മോദിജി 3ാം തവണയും പ്രധാനമന്ത്രിയാകുമ്പോൾ ആ 5 വർഷത്തിനുള്ളിൽ 3ാം സമ്പദ് വ്യവസ്ഥയായി നമ്മൾ ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുമെന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു എന്ന് അമിത്ഷാ പറഞ്ഞു. നന്ദി.